കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ ആര്യങ്കാവ് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ലോട്ടറി വ്യാപാരികളുടെ കടകൾ പൊളിച്ചുമാറ്റി അവരുടെ ഉപജീവനമില്ലാതാക്കുന്ന നടപടി പ്രതിഷേധാർഹമാണെന്ന കോൺഗ്രസ് നേതാവും കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അംഗവുമായ സണ്ണി ജോസഫ് പറഞ്ഞു. ഈ അപകടങ്ങൾക്കെല്ലാം കാരണം ആര്യങ്കാവ് മേഖലയിലുള്ള ചെറുകിട കച്ചവടക്കാരും ലോട്ടറി വ്യാപാരികളുമാണ് എന്നാണ് ആ യോഗത്തിലുണ്ടായ ആരോപണം. തീർച്ചയായും ഈ മേഖലയിലുള്ള ലോട്ടറി അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള പറയുന്ന കടക്കാർക്കെല്ലാം ഗ്രാമപഞ്ചായത്ത് അടുത്ത ഏപ്രിൽ 31 വരെ ലൈസൻസ് നൽകി, താൽക്കാലിക ലൈസൻസ് നൽകി അവരുടെ നിന്ന് ഫീസ് ഈടാക്കിയിരുന്നു. അതുകൂടാതെ കേരളത്തിലെ വൈദ്യുതി ബോർഡ് ഈ പറയുന്ന കടകൾക്കെല്ലാം വൈദ്യുതി കണക്ഷൻ നൽകിയിട്ടുണ്ട്. അവർ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കച്ചവടക്കാരല്ല ഈ അപകടങ്ങൾക്കെല്ലാം കാരണക്കാർ. കോട്ടവാസൽ മുതൽ ഇങ്ങോട്ട് ഒരു നിയന്ത്രണവുമില്ലാതെയാണ് ടിപ്പർ ലോറികളും അതുപോലെ തന്നെ വലിയ വാഹനങ്ങളും കടന്നു പോകുന്നത്. അവരുടെ നിയന്ത്രണമില്ലാത്ത ഡ്രൈവിംഗാണ് ഈ അപകടങ്ങൾക്കെല്ലാം കാരണമായി മാറുന്നത്. അത് മനസ്സിലാക്കിക്കൊണ്ട് അത് നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ തന്നെ ആര്യങ്കാവിൽ ഒരു പോലീസ് ഔട്ട് പോസ്റ്റ് ഉണ്ട്, ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത്. ആ ഔട്ട് പോസ്റ്റിലെ ഉദ്യോഗസ്ഥന്മാരുടെ സ്ട്രെങ്ത് കൂട്ടിക്കൊണ്ട് അവർ ഈ മേഖലയിൽ ഇത്തരത്തിൽ കടന്നു വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കാനും അവർക്ക് ഫൈൻ ഈടാക്കുവാനും ഉള്ള നടപടികളുമായിട്ട് മുമ്പോട്ട് പോയാൽ ഇതൊക്കെ നിയന്ത്രിക്കാവുന്നതേ ഉള്ളൂ. അതുകൂടാതെ ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന പാവപ്പെട്ട 100-ലധികം വരുന്ന കച്ചവടക്കാരെ ഒന്നുമില്ലാതെ ഇറക്കി വിടുന്ന ഒരു സാഹചര്യം അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒന്നുകിൽ ഈ നടപടിക്ക് മുൻകൈ എടുത്ത വകുപ്പുകൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ, ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇവർക്ക് ഒരു പുനരധിവാസം, ഇവരെ വ്യവസായവുമായിട്ട് മുമ്പോട്ട് പോകാൻ മറ്റെവിടെയെങ്കിലും ഒരു സ്ഥലം അല്ലെങ്കിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ്. അതല്ലാതെ ഇവരെ തെരുവിലേക്ക് ഇറക്കി വിടുന്നത് നീതിക്ക് നിരക്കാത്ത കാര്യമാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. അത് അവരോട് കാണിക്കുന്ന അനീതിയാണ്. നിരന്തരം വാഹനാപകടങ്ങൾക്ക് കാരണം വാഹനങ്ങളുടെ അമിത വേഗതയും ഇന്ധനം ലാഭിക്കാനായി ന്യൂട്രലുള്ള ഡ്രൈവിംഗുമാണ്. ഇത് തടയുന്നതിന് പോലീസ് ഔട്ട് പോസ്റ്റിലെ ജീവനക്കാരുടെ അംഗസംഖ്യ വർദ്ധിപ്പിച്ച കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ലോട്ടറി വ്യാപാരികളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർക്കാവശ്യമായ പുനരധിവാസ പദ്ധതി പഞ്ചായത്ത് ഒരുക്കി നൽകണമെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്.